കൊത്തമരത്തോരൻ, ക്ലസ്റ്റർ ബീൻ തോരൻ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് കൊത്തമല്ലി എടുത്തിട്ടുണ്ട്, ക്ലസ്റ്റർ ബീന് അത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാനിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലോ സോയാബീൻ ഓയിലോ ഏതെങ്കിലും ഓയിൽ മതി. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വന്നാൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്ലസ്റ്റർ ബീൻ ഇട്ട് കൊടുക്കാം. കൊത്തമര ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് വേവിപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. കൊത്തമര വെന്ത് വന്നാൽ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് കൊത്തമര നന്നായി ഒന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പും ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ചെടുക്കണം. വെന്ത് വന്നാൽ നമുക്ക് അതിൻ്റെ മൂടി ഒന്ന് മാറ്റാം. ഇപ്പോൾ കൊത്തമരയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതിടുന്നത് ഞാനിട്ടത് കടയിൽ നിന്ന് വാങ്ങിയ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. തേങ്ങയുടെ പൊടിയാണ്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊത്തമര തോരൻ റെഡിയായി. ക്ലസ്റ്റർ ബീൻ തോരൻ അടിപൊളി ടേസ്റ്റാണ്. ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. വിറ്റാമിൻസും ഫൈബറും ഒക്കെ നല്ല സാധനമാണ്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് കടയിൽ എപ്പോഴൊന്നും കാണാൻ പറ്റാത്ത സാധനമാണ്. വല്ലപ്പോഴും കാണുന്ന സാധനമാണ് ഈ കൊത്തമര. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുന്നേ ഇടാൻ മറന്നുപോയതാണ്. ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.